welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഞാനൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാനത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ വന്ന കമൻസ് എന്ന് പറയുമ്പോൾ ഹിജാബ് ട്യൂട്ടോറിയൽ ചെയ്യുമെന്നുള്ളൊരു ഇതായിരുന്നു. കാര്യം ഞാനതൊരു ഇങ്ങനൊരു ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതേ സെയിം ഔട്ട്ഫിറ്റും അതുപോലെ ഇതേ സെയിം സ്കാർഫും വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലായിട്ടും മെസ്സേജിലും കമൻറ്റിലും ഒക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹിജാബ് ട്യൂട്ടോറിയൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോയാണിത്. എനിക്ക് തോന്നുന്നു ഇത് ചെയ്യാൻ കുറച്ചൊരു ചെയ്ത് പഠിക്കണ വരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ 2-3 പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു പാടും ഉണ്ടാവില്ല. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് സ്കാർഫായിട്ട് യൂസ് ചെയ്യണത് അത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 2 സ്കാർഫ് വെച്ചിട്ടാണ് ചെയ്തത്. ഇതൊരു ലോങ് സ്കാർഫും അതുപോലെ ഇത് ഞാൻ അന്ന് ചെയ്തത് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ ഈ 1 ഹാൻഡിൻ്റെ ലെങ്ത് ഒക്കെ ഉള്ള ഒരു ക്ലോത്തിലായിരുന്നു. അതൊരു ഞാൻ മീറ്റർ മുറിച്ച് വാങ്ങിയ ഒരു ക്ലോത്തായിരുന്നു. അതിലാണ് ചെയ്തത്. ഇന്ന് നോക്കിയപ്പോൾ അത് കണ്ടില്ല. സോ അതുകൊണ്ട് അതിൽ എല്ലാവരുടെ അങ്ങനത്തെ സ്കാർഫ് വേണം എന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു ലോങ് സ്കാർഫ് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച് തരിക. അതുപോലെ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ സ്കാർഫിൻ്റെ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ബാക്ക് സൈഡ് മറിഞ്ഞിട്ടുണ്ടോയെന്ന്. യെസ്, ഇത്രയും കവർ ആയിട്ടുണ്ട്. ഫുൾ കവറേജിലാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ലെങ്ത് കുറവായിരിക്കും. അത് നമ്മൾ ബാക്ക് എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്യണത് അതനുസരിച്ചിട്ടിരിക്കും. പിന്നെ ഞാനിങ്ങനെ ഇട്ടതിൻ്റെ കാര്യം എനിക്കിവിടെ ഒരു ഷ്രഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് ചെയ്തത്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഏത് കളർ കോമ്പിനേഷനിലും ചെയ്യാം കേട്ടോ, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ ചെയ്യുമ്പോൾ 2 സ്കാർഫും മെയിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരെണ്ണം കുറച്ചൊന്ന് ഷോർട്ടായാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടാവും. അതുപോലെ ഓപ്പോസിറ്റ് കളർ എടുക്കുക കേട്ടോ. അതായത് ഒരെണ്ണം ഡാർക്ക് കളറാണെങ്കിൽ ഒന്ന് ലൈറ്റ് എടുക്കുക. 2ഉം ഡാർക്ക് ആയാൽ നമുക്കത് അതിൻ്റെ ഒരു ഡിസൈൻ മനസ്സിലാവില്ല, ഒരു പാറ്റേൺ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ ചെയ്യുക. നിങ്ങൾ ചെയ്തത് എനിക്ക് ഇൻസ്റ്റഗ്രാം ഞാനിവിടെ ഐ ഡി തരാം, അതിലേക്ക് മെസ്സേജിൽ ഫോട്ടോ ആയിട്ട് എടുത്ത് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സജഷനോ അതുപോലെ ഏതെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണം, അതുപോലെ ഹിജാബിൻ്റെ എന്തെങ്കിലും ടിപ്സ് ട്രിക്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തിട്ട് വരാം. ഇപ്പോൾ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. കാര്യം അത് ആ കോൺ അങ്ങനെ തന്നെ നിൽക്കാനാണ്. അതുപോലെ ഈ കോൺ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൽ കുറച്ച് ടിപ്സ് ഉണ്ട്. വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക, അതും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പിൻ ചെയ്യണേ. പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ സ്കാർഫാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് ലോങ് സ്കാർഫാണ് ഇട്ട. ഞാൻ അന്ന് മാരേജിന് ഇട്ട സ്കാർഫ് അത് ഞാൻ വാങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട് ഈ 1/2 മീറ്റർ അങ്ങനെ 1/2 മീറ്റർ ആയിട്ടൊക്കെ കട്ട് ചെയ്ത് വാങ്ങുമല്ലോ, അങ്ങനെ ഇതേ സെയിം കളർ വാങ്ങിയതാണ്. എന്നിട്ടാണ് ഞാൻ അതിങ്ങനെ, അതാകുമ്പോൾ കുറച്ചല്ലേ ലെങ്ത് ഉണ്ടാവുള്ളൂ. അതുപോലെ അതൊരു കോട്ടൺ ക്ലോത്ത് ആയിരുന്നു. ഇത് കുറച്ച് എന്താ പറയുക, ഞാനിത് എടുത്തത് അത് കണ്ടില്ല. ഞാനിപ്പോൾ നോക്കിയിട്ട് അത് കണ്ടില്ല, എവിടെയാണെന്ന് എനിക്കറിയില്ല. അത് എവിടെയെങ്കിലും ഷെൽഫിൽ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് നോക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്കിത് വെച്ച് ചെയ്യാം. ഇതായാലും മതി കേട്ടോ. ഞാൻ ഈ സ്കാർഫിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡ് കണ്ടോ, ഇവിടെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇരിക്കത്തില്ല, അതുമല്ല ഒരു ഫിനിഷിങ് കിട്ടൂല. ഇങ്ങനെ വെക്കാം. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പറ്റുന്നിടത്തോളം ഫ്രണ്ടിലേക്ക് വെക്കാൻ നോക്കുക. ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടോ, ഇവിടെയാണ് ഞാൻ പിൻ ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് പോവാം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ വെക്കാം. ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയർ
ഇത് കണ്ടോ, ഈ ബാക്കിലെ ലെയർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്നും കൂടി വെക്കാം. എന്നിട്ട് ഞാനത് ഇവിടെ പിൻ ചെയ്യുക. അങ്ങനെ ഇങ്ങനെ തന്നെ നമ്മൾ കുറച്ച് ലെയേഴ്സ് എടുക്കുക. ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ചെയ്താൽ മതി കേട്ടോ. വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാം. ഇത് ഞാൻ എടുക്കുന്ന ബാക്കിലുണ്ടായിരുന്നൊരു ലെയർ എന്നാണ്. നല്ല ഷാർപ്പായിട്ടുള്ള പിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ആവില്ല കേട്ടോ. പിന്നെ ഇതിവിടെ ഇങ്ങനെ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇവിടെ ഒരു പിന്നും കൂടി ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അത് നിൽക്കത്തില്ല. ഇതിന് അത്യാവശ്യം കുറച്ച് ബൾക്കായിട്ട് തന്നെ പിന്നിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ യൂസ് ചെയ്യണ പിന്നെ ഇങ്ങനത്തെ ആട്ടോ, ഇങ്ങനത്തെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ അങ്ങനത്തെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഈ ബാലൻസ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാം. ബാക്കിൽ ഇങ്ങനെ എടുത്തിട്ട് കേട്ടോ, ഇവിടെ ഇങ്ങനത്തെ ആ ഭാഗം വരുമ്പോൾ അതിങ്ങനെ ആക്കി കൊടുക്കാം, മടക്കിയിട്ട് വെക്കാട്ടോ. ഓക്കെ, ഡൺ. നമ്മൾ ഒരു ലെയറും കൂടി ചെയ്താൽ നമ്മൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിന് ലെയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് തന്നെ ഒരു ലെയർ എടുത്തു കൊടുക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇതും കൂടി വെക്കുമ്പോൾ നമ്മുടെ ലെയേഴ്സ് കംപ്ലീറ്റ് ആവും. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെയുള്ള ടാസ്ക് എന്ന് വെച്ചാൽ ഈ കുത്തിയ പിന്നൊക്കെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ രണ്ടാമത് വെച്ചില്ല, അത് ഇളക്കിയിട്ട് ഈ ടോട്ടൽ നമ്പർ ഓഫ് ലെയേഴ്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇത് ഇവിടെ ഇത്രയും ബാലൻസ് ഉണ്ട്. മറ്റേ സ്കാർഫായിരുന്നപ്പോൾ എനിക്ക് ഇത്രയും ബാലൻസ് വന്നില്ലായിരുന്നു. അപ്പം അതൊരു ടാസ്ക്കാണ്. അപ്പം ഞാൻ അതിനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് അത് റൊട്ടേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇവിടെ വെക്കുക ഈ സാധനം. അപ്പം ഇവിടെ കുറച്ചും കൂടി നമുക്കൊരു വോളിയം കിട്ടും. എന്നിട്ട് അവിടെ ഇത് നന്നായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു പോവും. അപ്പോൾ ഞാൻ മറ്റേ സ്കാർഫ് 1/2 മീറ്റർ വാങ്ങി ഇവിടെ ഇങ്ങനെ തന്നെ കറക്റ്റ് ലെയേഴ്സൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇനി എല്ലാവരും നോർമലി ചെയ്യണ പോലെ അത് ഇവിടെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് കണ്ടോ. ഇത് ഞാൻ അടിയിലൊരു സേഫ്റ്റിക്ക് ആയിട്ടിട്ടൊരു ഇതാട്ടോ. എനിക്കിവിടെ എത്രയാണോ ലെങ്ത് വേണ്ടതെന്നുള്ളത് അത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ ഇവിടെ വെച്ചിട്ട് പിൻ ചെയ്യുവാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഫാൻസി ടൈപ്പ് പിൻസൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അതിവിടെ ആയിട്ട് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇങ്ങനെ ഒരു 2 പിന്ന് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കതവിടെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ കൂടി ഇങ്ങനെ ഒരു പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ആ ലെയറിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലാവും. സോ ഞാനതിവിടെ ഇങ്ങനെ കൂടി ഒരു പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി ആർ ഡൺ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ബാക്ക് കവർ ആവുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഇത്രയും കവർ ആയിട്ടുണ്ട്. ഇതെൻ്റെ കുറച്ച് ഷ്രഗ് വരുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ വരുന്നത്. സോ അത് ശ്രദ്ധിക്കേണ്ട. നമുക്കിപ്പോൾ മിക്സ്ഡ് കളേഴ്സ് ആയിട്ടുള്ള ഗൗൺസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര രസം ഉണ്ടാവും ഇങ്ങനത്തെ ഒരു മോഡൽ ചെയ്താൽ. എനിക്ക് പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ്, ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയത്. 2-3 ദിവസം ചെയ്ത് നോക്കി, ബട്ട് ഫ്ലോപ്പ് ആയിപ്പോയി. പിന്നെയും ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത്. വേണമെന്നുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു പിന്നു കുത്തി കൊടുക്കാം കേട്ടോ. പക്ഷെ അതൊരു ഭംഗിയുണ്ടാകും. നമുക്കിങ്ങനെ കഴുത്തൊക്കെ ഇങ്ങനെ ശരിക്കും ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതൊരു ടാസ്ക്കാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ പിന്നുണ്ടല്ലോ, നോർമൽ പിന്നായാലും മതി, നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ചിലപ്പോൾ ഇവിടെയൊക്കെ കുത്തിയത് അവരുടെ ദേഹത്ത് കൊണ്ടാൽ അവർ കരയും. സോ അതുകൊണ്ട് ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഒക്കെ പിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഫുൾ വ്യൂ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അതുപോലെ മെയിൻ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ റിങ് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിങ്ങാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ 4 കളർ റിങ്സാണ് അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്നത്. അതുപോലെ ഈ ഒരു ചെയിൻ കണ്ടോ, ഭയങ്കര രസമുള്ളൊരു ചെയിനാണ്. ഇതേപോലത്തെ സെയിം ഒരു അവരെനിക്ക് റിങ്ങും കൂടി സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. യാറ ഫാഷൻ ജ്വല്ലറി എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ്. ഞാനതിവിടെ കൊടുക്കുന്നുണ്ട്.
അവരാണ് എനിക്കത് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സിന് മാച്ച് ആവുന്ന റിങ് ഈ ബ്ലാക്ക് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക്. ഞാനിത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ചെയിനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെയിനാണ്. കളർ ഒന്നും ഫെയ്ഡ് ആവില്ല, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ലൊരു പെൻഡന്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ ആ കളറിൽ ചെയ്തു തരും. ഓക്കെ, അപ്പൊ എല്ലാവരും പോയിട്ട് യാറാസിന് സെറ്റ് ചെയ്യാം. അതുപോലെ എനിക്ക് ഔട്ട്ഫിറ്റ് ചെയ്ത് തന്നത് ബയാൻ ബുട്ടിക് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക 1 വീക്ക് അടുപ്പിച്ച് ഞങ്ങളത് ഡിസൈൻ ചെയ്യിപ്പിക്കാൻ തന്നെ ടൈം എടുത്തു. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് അവരത് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ താങ്ക്സ് ടു ബയാൻ ബുട്ടിക് ഓൾസോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പലാസോയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ക് ഉണ്ടെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിവേ എല്ലാവരും പോയിട്ട് യാറ ഫാഷൻ ജ്വല്ലറിയും ബയാൻ ബുട്ടിക്കിനെയും സപ്പോർട്ട് ചെയ്യാം. കുറച്ചും കൂടി വീതിയുള്ള ഷോളാണ് നിങ്ങൾ ഫസ്റ്റ് ഷോൾ, അതായത് ഈ സ്കാർഫായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഒരു ലെങ്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഹിജാബ് മോഡൽസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ അണ്ടർസ്കാർഫ് ചെയ്യണത് എങ്ങനെയാണ്, പിന്നെ ഇവിടെ ഈ വോളിയം വരുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക. ഞാൻ ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എനിവേ, ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ.